എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാം, അതുപോലെ വേക്കൻസി ലിസ്റ്റ് എപ്പോഴാണ് വരിക. തേർഡ് അലോട്ട്മെന്റിന് ശേഷം, അതായത് ഈ ഒരു അലോട്ട്മെന്റ് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് 20-ാം തീയതി വരെയാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് കിട്ടുമോ, അതുപോലെ തന്നെ NOC സർട്ടിഫിക്കറ്റ് എന്താണ്, അതുപോലെ അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് പ്രകാരം നിങ്ങൾക്ക് ഇതുവരെയുള്ള 1, 2, 3 അലോട്ട്മെന്റുകളിൽ ഏത് അലോട്ട്മെന്റിലാണോ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് ഏറ്റവും അവസാനം ഏത് കോളേജിലാണ് കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിലാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ, അതായത് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഇതുപോലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത പേജിൽ നിന്നും ആണ് ഈ ഒരു 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം അതിനുശേഷം അലോട്ട്മെന്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പബ്ലിഷ്ഡ് അലോട്ട്മെന്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈ ഒരു സെപ്റ്റംബർ 13-ാം തീയതി വരെയാണ്, വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുക. ഫീ പേയ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിലും അലോട്ട്മെന്റ് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വിദ്യാർത്ഥികളുടെ സംശയങ്ങളിലേക്ക് വരാം. അപ്പോൾ എന്താണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നുള്ള കാര്യം നോക്കാം. സ്പെഷ്യൽ അലോട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെന്റിന് ശേഷം ഉണ്ടാവുന്ന വേക്കൻസിയിലേക്കും അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും കോളേജോ കോഴ്സുകളോ വരികയാണെങ്കിൽ ആ ഒരു കോളേജുകളിലേക്കും കോഴ്സുകളിലേക്കും അലോട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റുകൾ, സ്പോട്ട് അഡ്മിഷനുകൾ നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ വേക്കൻസി എങ്ങനെ അറിയാം എന്ന് ചോദിച്ചാൽ അത് ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് തന്നെ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതൊക്കെ കോളേജിൽ എത്ര വീതം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളതനുസരിച്ച് കൊണ്ടാണ് ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് റിസർവേഷൻ സീറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റുകളിൽ SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവ് ചെയ്ത സീറ്റുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അലോട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യൽ അലോട്ട്മെന്റ് നടത്തപ്പെടുക. അതുപോലെ ഈ ഒരു ജനറൽ അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറി അലോട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത് എല്ലാ വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ്. അതായത് ജനറൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു SC ST ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു, അതായത് ജനറൽ കാറ്റഗറി സീറ്റ് അതുപോലെ തന്നെ റിസർവേഷൻ സീറ്റുകൾ എന്നിവയിലൊക്കെ അഡ്മിഷൻ നടത്തപ്പെടും. അപ്പോൾ ആ ഒരു ജനറൽ കാറ്റഗറി സീറ്റുകളിലേക്കും അതുപോലെ റിസർവേഷൻ കാറ്റഗറി സീറ്റുകളിലേക്കുമുള്ള ആ ഒരു ജനറൽ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാവുന്നതും നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുന്ന സമയത്തും ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു SC ST സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് വരുന്നതെങ്കിൽ SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഓപ്ഷനായിട്ടുള്ള ലിങ്കുകൾ, അതായത് ഓപ്ഷൻ നൽകാനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ആ ഒരു ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കുള്ളൂ. അതേസമയം ജനറൽ കാറ്റഗറി സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് എങ്കിൽ SC ST വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവർക്കും നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിൽ ആ ഒരു കോളേജ് കോഴ്സ് വേക്കൻസി ലിസ്റ്റിൽ ഉൾപ്പെട്ട കോളേജുകളും കോഴ്സുകളും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ നൽകുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ഒരു ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ ടോക്കൺ ഫീ പേയ്മെന്റ് അടക്കാത്ത വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളിൽ, സ്പെഷ്യൽ അലോട്ട്മെന്റുകളിൽ ഇതേ രീതിയിൽ നിങ്ങൾ ആദ്യമായിട്ട് ഓപ്ഷൻ നൽകിയ അതേ രീതിയിൽ തന്നെ വീണ്ടും വേക്കൻസിക്ക് അനുസരിച്ച് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുന്ന സമയത്തും വിദ്യാർത്ഥികൾ ഇതേ രീതിയിൽ ഈ ഒരു വേക്കൻസി അനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കുകയും അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ ഓൾറെഡി ഫീ പേയ്മെന്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഫീ പേയ്മെന്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കോളേജിൽ നിശ്ചിത ദിവസത്തിനകം പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതാണ്. ഇനി എന്താണ് സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥി നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതാണ്. അതായത് കോളേജിലല്ല. നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് വേക്കൻസി ലിസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു വേക്കൻസി അനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഓപ്ഷൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് മുൻപ് നൽകിയ അതേ രീതിയിൽ തന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുള്ള ലിങ്ക് വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസ് കൊടുത്ത ശേഷം പിന്നീട് തൊട്ടടുത്ത ദിവസം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റിനായിട്ട്, അതായത് സ്പോട്ട് അഡ്മിഷനായിട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള LBSന്റെ ജില്ലാ
ഫെസിലിറ്റേഷൻ കേന്ദ്രത്തിൽ നിങ്ങൾ നേരിട്ട് പോവേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവിധ ഡോക്യുമെന്റ്സും എടുത്ത് ആദ്യമായിട്ട് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാതിരിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെന്റ് ഉൾപ്പെടെ അടക്കാനുള്ളത് എടുത്തുകൊണ്ട് വേണം ഈ ഒരു LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ പോകാനായിട്ട്. അപ്പോൾ ഇന്ന ദിവസം ഇന്ന സമയത്തിനുള്ളിൽ പോകണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ നേരിട്ട് പോവുകയും അവിടെ അന്നേ ദിവസം വന്നിട്ടുള്ള, അതായത് ആ ഒരു ഫെസിലിറ്റേഷൻ സെന്ററിലുള്ള സംസ്ഥാനത്തുള്ള എല്ലാവിധ LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷനുകൾ, അതായത് ആ ഒരു കോളേജ്, അതായത് LBSന്റെ ഫെസിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്ന് ആ ഒരു ഓപ്ഷനുകൾ കൊടുക്കാവുന്നതും പിന്നീട് ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതായത് റാങ്ക് ലിസ്റ്റ് അല്ല, ജസ്റ്റ് ഒരു അലോട്ട്മെന്റ് പോലെ തന്നെയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ അവിടെ ഫീ പേയ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ആ ഒരു അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിലും സ്പോട്ട് അലോട്ട്മെന്റിലും പങ്കെടുക്കുമ്പോൾ ഒരു നിബന്ധനയുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അലോട്ട്മെന്റ് ലഭിക്കുകയും എന്നാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്യുകയോ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. എന്നാൽ ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും എന്നാൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കപ്പെടുന്നത് ആയിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമാണ്. അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്താൽ അലോട്ട്മെന്റ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു 1, 2, 3 അലോട്ട്മെന്റുകളിൽ നിങ്ങൾ വെച്ച ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അതേ രീതിയിൽ തന്നെ അവസരം നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു തേർഡ് അലോട്ട്മെന്റ് വന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ 20-ാം തീയതി വൈകുന്നേരം 3 മണിക്കകം അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടണം എന്നുള്ളത് പ്രത്യേകിച്ച് ഉറപ്പ് പറയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് സ്പെഷ്യൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതും, അതായത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കോഴ്സിൽ അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതും. അതേസമയം എവിടെയും അലോട്ട്മെന്റ് ഒന്നും കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സ് പഠിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് കിട്ടുമോ എന്നുള്ള നോക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടതാണ്. കാരണം ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ നിങ്ങൾ പങ്കെടുത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയേക്കാം, എന്നാൽ അലോട്ട്മെന്റ് കിട്ടാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 2 സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് ഇഷ്ടമുള്ളതാണോ ഇഷ്ടപ്പെട്ട കോഴ്സാണോ എന്നുള്ളതനുസരിച്ച് നിങ്ങളൊരു അഡ്മിഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വീട്ടുകാരുമായി ആലോചിച്ച് എടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളതാണ് NOC സർട്ടിഫിക്കറ്റ്. അപ്പോൾ NOC സർട്ടിഫിക്കറ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് NOC സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതായത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ NOC സർട്ടിഫിക്കറ്റ് കോളേജിൽ നിന്ന് തരുമോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ചില സെൽഫ് ഫിനാൻസ് കോളേജ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അതായത് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല. ആദ്യം തന്നെ എന്താണ് NOC എന്നുള്ളത് നോക്കാം. NOC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നോ ഒബ്ജക്ഷൻ കം പൊസന്റ് സർട്ടിഫിക്കറ്റ്, അതായത് എതിർപ്പില്ലാ രേഖ എന്ന് പറയാം, മലയാളത്തിൽ പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോളേജിൽ അലോട്ട്മെന്റ് കിട്ടുകയും നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇനി സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കോളേജിന് പ്രത്യേകിച്ച് എതിർപ്പില്ലെന്നും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ ഈ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണ് എങ്കിൽ, മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ കോളേജിൽ നൽകിയിട്ടുള്ള ഫീസ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എന്നിവ നിങ്ങൾക്ക് തിരികെ തരുന്നതിന് കോളേജിന് യാതൊരു വിധത്തിലുള്ള എതിർപ്പും ഇല്ല എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ്, അത് നോൺ ഒബ്ജക്ഷൻ കം പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് പങ്കെടുക്കുകയും അതുപോലെ തന്നെ, അതായത് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ LBS വഴി നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ ഈ ഒരു അലോട്ട്മെന്റ് വഴി കിട്ടിയിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അതുപോലെ അലോട്ട്മെന്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു NOC സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുള്ളത്. മറ്റുള്ളവർക്ക് NOC സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അതായത് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ മറ്റേതെങ്കിലും ഡിഗ്രി കോഴ്സുകൾ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കൊന്നും ഈ ഒരു NOC സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലാണ്. അപ്പോൾ ചില കോളേജുകൾ NOC സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ട് തന്നെ ഇഷ്യൂ ചെയ്ത് തരുമെന്ന് പറയും. അതേസമയം ചില കോളേജ് നിങ്ങൾക്ക് ഇമെയിലായിട്ട് അയച്ചു തരുമെന്ന് പറയും. ഇമെയിലായിട്ട് അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് കോളേജിന് കൊടുക്കണം. നിങ്ങൾക്ക് ഇന്ന ആപ്ലിക്കേഷൻ നമ്പറിൽ, ഇന്ന അഡ്മിഷൻ നമ്പറിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഇന്ന നിങ്ങളുടെ പേര് ഉള്ളവർക്ക് ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇമെയിൽ നിങ്ങളുടെ ആ ഒരു കോളേജിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്യൂ ചെയ്തിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ചില കോളേജ് നേരിട്ട് പോയിട്ട് വാങ്ങിക്കേണ്ടതായിട്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അധിക കോളേജും സാധാരണ ഇമെയിലായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതായത് നിങ്ങൾ കോളേജിൽ നൽകിയ ഇമെയിൽ ID വഴി ആ ഒരു
മെയിൽ റിക്വസ്റ്റ് അയക്കാനായിട്ട് ആണ് പറയാറുള്ളത്. ചില കോളേജ് തന്നെ ഇഷ്യൂ ചെയ്യും. ഗവൺമെൻറ് കോളേജൊക്കെ ആണെങ്കിൽ ആ ഒരു ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ആ ഒരു NOC സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് കോളേജാണ് കിട്ടിയതെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു NOC കിട്ടാനായിട്ട് പ്രോബ്ലം ഇല്ല. എന്നാൽ സെൽഫ് ഫിനാൻസ് കോളേജാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ NOC സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ചില കോളേജ് NOC സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് പിന്നീട് ആ ഒരു കോഴ്സ് തന്നെ പഠിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ NOC സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് ഏത് കോളേജിലാണോ കോഴ്സിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുകയും പുതിയ കോളേജിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾ പറയും എനിക്ക് മുൻപ് തേർഡ് അലോട്ട്മെന്റ് ശേഷം ജോയിൻ ചെയ്ത കോളേജ് മതി എന്ന് പല വിദ്യാർത്ഥികളും മുൻവർഷം പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ നിന്നും മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ നേടാൻ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് അത് അപ്ലൈ ചെയ്യേണ്ടതുണ്ടോ, നിലവിലെ കോളേജിൽ തന്നെ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ നിന്നാണ് തരിക. ഇതിൽ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സിലാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, അതുപോലെ ഏത് ദിവസമാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത് രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അവരുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ സീല്, അതുപോലെ തന്നെ പ്ലേസ് ഡേറ്റ് ഇതൊക്കെ രേഖപ്പെടുത്തി നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും. മുൻ വർഷം ആദ്യത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അതിന് മുൻ വർഷം NOC സർട്ടിഫിക്കറ്റ് ആദ്യത്തെ ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം ഈ ഒരു അലോട്ട്മെന്റിന്, അതായത് ഈ ഒരു സർക്കുലർ വന്ന ശേഷമാണ് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ NOC സർട്ടിഫിക്കറ്റ് ആദ്യത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടായിരിക്കാം. എന്നിരുന്നാലും പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റുകളിൽ ഈ ഒരു NOC സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ നിന്നും NOC സർട്ടിഫിക്കറ്റ് ലഭിക്കുമോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ അലോട്ട്മെന്റ് ഇതുവരെ ലഭിക്കാത്ത വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഈ ഒരു NOC സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരുന്നില്ല. അതായത് അലോട്ട്മെന്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ എവിടെയും അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള ഒരു അവസരമുണ്ട്. നിങ്ങൾ അടച്ചിട്ടുള്ള ഈ ഒരു ടോക്കൺ ഫീ പേയ്മെന്റ് നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് വഴി ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ, അതായത് നിങ്ങളുടെ ഓപ്ഷനല്ല ഒരു ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസിന്റെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും മറ്റും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക്, ആ സേവിംഗ് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പൈസ റീഫണ്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.